ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്, ഒരു കമ്പനിയിൽ നടക്കുന്ന മീറ്റിംഗ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം എസെൻഷ്യൽസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം റിക്വസിറ്റ്സ് ആണ് ഉള്ളത് എന്നാണ് നിലവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു കമ്പനിയിൽ നടക്കുന്ന മീറ്റിംഗ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് 8 എസെൻഷ്യൽസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിലെ ഫസ്റ്റ് 4 എസെൻഷ്യൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ ദ മീറ്റിംഗ്, നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ്, കോറം ആൻഡ് ദി ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ്. ഇങ്ങനെയുള്ള 4 എസെൻഷ്യൽസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള ഒരു 3 കൂടെ, 3 എസെൻഷ്യൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, വോട്ടിംഗ്, അതുപോലെ പ്രോക്സീസ്. ഇങ്ങനെയുള്ള 3 എസെൻഷ്യൽ, ഒരു മീറ്റിംഗ് വാലിഡ് ആയിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള ഒരു 3 എസെൻഷ്യൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. സോ നമ്മൾ 4 എസെൻഷ്യൽസിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. ഇനി 5ാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ മുതലേ നമ്മൾ മിനിറ്റ്സ് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് മിനിറ്റ്സ് എന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ക്ലിയർ, അക്യുറേറ്റ് ആൻഡ് കോൺസൈസ് റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ആൻഡ് ദി ഡിസിഷൻസ് അറൈവ്ഡ് അറ്റ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ നടക്കുന്ന പ്രൊസീഡിങ്സ്, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, എന്തെല്ലാം തീരുമാനങ്ങളാണ് അവിടെ എടുത്തിട്ടുള്ളത് തുടങ്ങിയവയുടെ ക്ലിയർ ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു മീറ്റിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ആരെല്ലാം സംസാരിച്ച ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, ആരായിരുന്നു ചെയർമാൻ, എന്തെല്ലാം പ്രൊസീഡിങ്സ് ആണ് അവിടെ ഉണ്ടായത്, അവിടെ എന്തെങ്കിലും വോട്ടിംഗ് ഉണ്ടായോ, വോട്ടിംഗ് ഉണ്ടായാൽ അത് എത്ര വോട്ടിനാണ് ജയിച്ചത്, എത്ര ആൾക്കാർ എതിർത്ത് വോട്ട് ചെയ്തു, എത്ര ആൾക്കാർ അനുകൂലിച്ച് വോട്ട് ചെയ്തു തുടങ്ങി ഒരു മീറ്റിങ്ങിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ക്ലിയർ ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള, അത് അക്യുറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു നോട്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, മിനിറ്റ്സ് എന്ന് പറയുന്നു. മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി സെക്രട്ടറി തയ്യാറാക്കുന്നതാണ് മിനിറ്റ്സ്. കമ്പനി സെക്രട്ടറിയാണ് മിനിറ്റ്സ് നോർമലി പ്രിപ്പയർ ചെയ്യാറുള്ളത്. അദ്ദേഹം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നോട്ട് ചെയ്യും. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ ഒരു മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, ചെയ്യണം, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അത് വേണം, സൂക്ഷിക്കുകയും വേണം. സോ ഇങ്ങനെയുള്ള മിനിറ്റ്സ് എല്ലാം എഴുതേണ്ടത് ഒരു പ്രത്യേക ബുക്കിലാണ്. ഇഷ്ടമുള്ള പോലെ ഒരു ദിവസം ഒരു A4, അടുത്ത ദിവസം, എന്നിട്ട് അത് കളഞ്ഞിട്ട് വേറെ അടുത്ത മീറ്റിംഗ് നടക്കുമ്പോൾ വേറെ A4, അങ്ങനെയല്ല നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ബുക്കിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, മിനിറ്റ്സ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ കമ്മിറ്റിയുടെയൊക്കെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. അത് ഓരോ കമ്മിറ്റിക്കും ഓരോ ബുക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിന് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള, ഡയറക്ടേഴ്സ് മീറ്റിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള മിനിറ്റ്സ് ബുക്ക് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇതിനായിട്ട് വേറെ ബുക്ക് ഉണ്ടാവും. ഓഡിറ്റ് കമ്മിറ്റി, അതായത് ഡയറക്ടേഴ്സിൽ ഒരു കമ്മിറ്റിയാണല്ലോ ഓഡിറ്റ് കമ്മിറ്റി, അതിനായിട്ട് ബുക്ക് ഉണ്ടാവും. സോ ഈ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, മിനിറ്റ്സ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നു. സോ ഒരു മിനിറ്റ്സ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്സ് തയ്യാറാക്കിയിട്ടുള്ള മിനിറ്റ്സ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റമാറ്റിക്കലായിക്കൊണ്ട് റെക്കോർഡ് ചെയ്ത്, അതേപോലെ തന്നെ അത് ചെയർമാൻ അക്സെപ്റ്റ് ചെയ്ത് ചെയർമാൻ സൈൻ ചെയ്താൽ മാത്രമേ ഒരു മിനിറ്റ്സ് മാറുള്ളൂ, വാലിഡ് ആയിട്ട് മാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മിനിറ്റ്സ് വാലിഡ് ആവില്ല. അതായത് കമ്പനി സെക്രട്ടറി മിനിറ്റ്സ് തയ്യാറാക്കി, അത് ചെയർമാന് കാണിച്ചു കൊടുത്തില്ല, ചെയർമാൻ സൈൻ ചെയ്തിട്ടും അപ്രൂവൽ കൊടുത്തിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ മിനിറ്റ്സ് വാലിഡ് അല്ല. നേരെ മറിച്ച് ആ ഒരു മിനിറ്റ്സ് സിസ്റ്റമാറ്റിക്കലായിട്ട് റെക്കോർഡ് ചെയ്തു, അതിൻ്റെ ശേഷം ചെയർമാൻ സബ്മിറ്റ് ചെയ്തു, ചെയർമാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഒരു മിനിറ്റ്സ് വാലിഡ് ആയിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒരു മിനിറ്റ്സിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, എന്തെല്ലാം ഒഴിവാക്കണം എന്നുള്ളത് ആർക്ക് തീരുമാനിക്കുക? ചെയർമാന് തീരുമാനിക്കുക.
ചെയർമാന് ഒരു വിവേചനാധികാരം ഉണ്ട്, അവിടെ ഒരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഡിസ്ക്രിഷണറി പവർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിവേചനാധികാരം ആർക്കുണ്ട്? ചെയർമാനുണ്ട്. സോ ഇതാണ് നമുക്ക് മിനുട്സിനെ പറ്റി പൊതുവായിട്ട് നമ്മൾക്ക് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി ഇങ്ങനെയുള്ള മിനുട്സ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ മിനുട്സ് കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം യൂസസ് ഉണ്ട് മിനുട്സ് കൊണ്ട്? അല്ലാന്നുണ്ടെങ്കിൽ ഈ മിനുട്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്? സോ അതാണ് നമ്മൾക്ക് നെക്സ്റ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 6ഓളം യൂസേജാണ് മിനുട്സിന് ഉള്ളത്. ഫസ്റ്റ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനുട്സ് പ്രൊവൈഡ് എ ക്ലിയർ, കൺസൈസ് ആൻഡ് അക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ദി ബിസിനസ് ട്രാൻസാക്ഷൻസ് അറ്റ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷനെ കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ് ആ മീറ്റിങ്ങിൽ നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ, കൺസൈസ് ആൻഡ് അക്യുറേറ്റ് റെക്കോർഡാണ് എന്ത് എന്ന് പറയുന്നത്, മിനുട്സ് എന്ന് പറയുന്നത്. നമുക്കൊരു മിനുട്സ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും കഴിഞ്ഞ മീറ്റിങ്ങിൽ അവിടെ എന്താണ് നടന്നത്, എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചത്, ആരെല്ലാം സംസാരിച്ചു, ആരെല്ലാം പങ്കെടുത്തു തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾക്ക് എന്ത് ചെയ്യും, മിനുട്സിൽ നിന്ന് കിട്ടും. അതാണ് മിനുട്സിൻ്റെ ഫസ്റ്റ് യൂസേജ്, അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഇനി സെക്കൻഡ് യൂസേജ് എന്ന് പറയുന്നത്, ദേ സെർവ്സ് ആസ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദി മീറ്റിംഗ്. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വന്നിട്ടുള്ള ചെറിയ മിസ്റ്റേക്കാണ്. റെക്കോർഡ് എന്നാണ് അവിടെ ഉള്ളത്. സോ സെക്കൻഡ് യൂസേജ് എന്ന് പറയുന്നത്, മിനുട്സ് എന്ന് പറയുന്നത് ആ ഒരു മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സ്, ആ മീറ്റിങ്ങിൽ നടന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ എടുത്തിട്ടുള്ള ഡിസിഷൻസിനെയും കുറിച്ചുള്ള ഒരു പെർമനൻ്റ് റെക്കോർഡാണ് മിനുട്സ് എന്ന് പറയുന്നത്. പെർമനൻ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പെർമനൻ്റ് റെക്കോർഡാണ് മിനുട്സ് എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ആ മീറ്റിങ്ങിൽ നടന്നത്, എന്തെല്ലാം ഡിസിഷൻസ് ആണ് അവിടെ എടുത്ത് തുടങ്ങിയിട്ടുള്ളവയുടെ ഒരു പെർമനൻ്റ് റെക്കോർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിനുട്സ് എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് യൂസേജ്. തേർഡ് യൂസേജ് അല്ലെങ്കിൽ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ദേ ആർ അക്സെപ്റ്റഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ഫോർ എവിഡൻസ്. മിനുട്സ് എന്ന് പറയുന്നത് ഒരു കോടതിയിൽ എവിഡൻസ് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. എവിഡൻസ് ആയിക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് മിനുട്സ് എന്ന് പറയുന്നത്. സോ അത്രത്തോളം ആധികാരികതയുണ്ട് എന്തിന്, മിനുട്സിന് എന്നാണ് തേർഡ് യൂസേജ് ആയിട്ട് അല്ലെങ്കിൽ തേർഡ് ഒബ്ജക്റ്റീവ് ആയിക്കൊണ്ട് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത്, മിനുട്സ് ആർ വെരി യൂസ്ഫുൾ ടു ദോസ് മെമ്പേഴ്സ് ഹു ആർ ആബ്സെൻറ്റ് അറ്റ് ദി ഡേ ഓഫ് ദ മീറ്റിംഗ്. മിനുട്സ് ഒരു മീറ്റിങ്ങിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം അവർക്ക് കഴിഞ്ഞ മീറ്റിങ്ങിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാം, എന്തെല്ലാമായിരുന്നു അവിടെ സംഭവിച്ചത്, എന്തെല്ലാം ഡിസിഷൻസ് എടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് സുഖമാണ്. മിനുട്സ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് എല്ലാം മനസ്സിലാവും. സോ ആബ്സെൻറ്റീസിന്, ഒരു മീറ്റിങ്ങിൽ ആബ്സെൻറ്റീസിന് ആ മീറ്റിങ്ങിൻ്റെ മിനുട്സ് എന്ന് പറയുന്നത് എന്താണ്, ആ മീറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ എന്നാണ് ഫോർത്ത് പോയിന്റ് ആയിക്കൊണ്ട് പറയും. ഇനി ഫിഫ്ത്ത് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ വൺ മീറ്റിംഗ് ആൻഡ് ദി പ്രീവിയസ് മീറ്റിംഗ്. ഈ മിനുട്സ് എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങും അതിൻ്റെ മുന്നത്തെ മീറ്റിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങും അതിൻ്റെ ശേഷമുള്ള മീറ്റിങ്ങും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിക്കൊണ്ട് പ്രവർത്തിക്കും. അതായത് ഫസ്റ്റ് മീറ്റിങ്ങിൽ എന്തെല്ലാം തീരുമാനം എടുത്തു, അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത മീറ്റിങ്ങിൽ എന്തെല്ലാമാണ് തീരുമാനം എടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ട് മീറ്റിങ്ങുകളുടെ മിനുട്സ് വായിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. സോ അത് രണ്ട് മീറ്റിങ്ങുകൾ, തുടർച്ചയായിട്ടുള്ള രണ്ട് മീറ്റിങ്ങുകൾക്കിടയിലുള്ള ഒരു ലിങ്ക് ആയിക്കൊണ്ട് എന്ത് വർക്ക് ചെയ്യും, മിനുട്സ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഫിഫ്ത്ത് യൂസേജ് ആയിട്ട് വരുന്നത്. ഇനി സിക്സ്ത് യൂസേജ് എന്ന് പറയുന്നത്, വെൻ ദ പ്രൊസീഡിങ്സ് ആർ റെക്കോർഡഡ് ഇൻ ദി മിനുട്സ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദ സ്പീച്ചസ് ഓഫ് മെമ്പേഴ്സ് ഓൺ സർട്ടൻ ക്രിട്ടിക്കൽ പോയിന്റ്സ്. സോ എല്ലാ പ്രൊസീഡിങ്സും നമ്മൾ മിനുട്സിൽ റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ സ്വാഭാവികമായിക്കൊണ്ടും എന്തെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ്സ് വരികയാണെങ്കിൽ, എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഓരോരുത്തർ സംസാരിച്ചുള്ള സ്പീച്ചസ് എന്താണെന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, മിനുട്സിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു, അതിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത മീറ്റിങ്ങിൻ്റെ സമയത്ത് കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതല്ല എന്ന് ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മിനുട്സ് നോക്കാൻ പറഞ്ഞാൽ മതി. കാരണം അതിലുണ്ടാവും ഞാൻ എന്താണ് സംസാരിച്ചത് എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾക്ക് എന്താണ്, ഓരോരുത്തരും സംസാരിച്ചതിൻ്റെ സ്പീച്ചസിന് വേണ്ടിയിട്ടുള്ള ഒരു എവിഡൻസ് ആയി കൂടി നമ്മൾക്ക് മിനുട്സിന് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് മിനുട്സിൻ്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ യൂസേജ് ആയിട്ട് വരുന്നു. സോ ഇങ്ങനെയുള്ള 6 ഒബ്ജക്റ്റീവ്സ് ഓർ 6 യൂസേജസ് ആണ് എന്തിനുള്ളത്, മിനുട്സിനുള്ളത്. സോ മിനുട്സ് എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് പ്രൊസീഡിങ്സിൻ്റെയും അവിടുത്തെ ഡിസിഷൻസിനെയൊക്കെ കുറിച്ചുള്ള ഒരു
ക്ലിയർ, അക്യുറേറ്റ് ആൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, മിനുട്സ് എന്ന് പറയുന്നത്. സോ അതാണ് ഒരു മീറ്റിംഗ് വാലിഡ് ആവാൻ വേണ്ടിയിട്ടുള്ള 5th എസെൻഷ്യൽ ആയിക്കൊണ്ട് വരുന്നത്. ഇനി 6th എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് ആണ്. സോ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്ന ആൾക്കാരുമായിരിക്കും. സോ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വോട്ടിംഗ് ആവശ്യമായിട്ട് വന്നാൽ അവിടെ നമ്മൾക്ക് എന്ത് മതി, ആർട്ടിക്കിൾസിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സിംഗിൾ മെജോറിറ്റി മതി. അതായത് ഒരാൾ കൂടുതലുണ്ടായാൽ മതി. ഇപ്പോൾ 10 ആളുടെ ബോർഡ് ഓഫ് ഡയറക്ടറാണ്, അതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ആൾക്കാർ എന്ത് ചെയ്താൽ മതി, അനുകൂലിച്ചാൽ മതി. അതാണ് വോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് ഫസ്റ്റ് പറയാനുള്ളത്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഓരോ ഡയറക്ടർക്കും ഓരോ വോട്ടാണ് ഉണ്ടാവുക. അനുകൂലിച്ചിട്ടോ എതിർത്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡയറക്ടർക്കും ഓരോ വോട്ടാണ് ഉണ്ടാവുക. ഇനി വോട്ട് ഈക്വൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ എന്ത് ചെയ്യുക, കാസ്റ്റിംഗ് വോട്ട് ചെയ്യുക. കാസ്റ്റിംഗ് വോട്ട് എന്താണെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ വോട്ട് ഈക്വൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ എന്ത് ചെയ്യുക, കാസ്റ്റിംഗ് വോട്ട് ചെയ്യാമെന്നുള്ളതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നടക്കുന്ന വോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇനി ഒരു ജനറൽ മീറ്റിങ്ങിൽ വരുന്ന എന്തെങ്കിലും റെസൊല്യൂഷൻ, ജനറൽ മീറ്റിങ്ങിലുള്ള റെസൊല്യൂഷൻസിന് വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉണ്ടാവുക, ആ കമ്പനിയിലെ മെമ്പേഴ്സിന്, ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനാണ് എന്തുണ്ടാവുക, വോട്ട് ചെയ്യാൻ ഉണ്ടാവുക. അവിടെ ആ ഒരു കമ്പനിയിൽ കീപ്പ് ചെയ്യുന്ന രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ പേരുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുക, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു ഷെയർ ഹോൾഡറുടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റാണ്. ഷെയർ ഹോൾഡറുടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. അത് ഏത് വിധത്തിൽ വേണമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. അനുകൂലിച്ചിട്ട് ചെയ്യുക, എതിർത്തിട്ട് ചെയ്യുക, ഇനി അസാധുവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുക. സോ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. നമ്മൾ മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ വരികയാണ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് വോട്ടിംഗ് എന്ത് ചെയ്യുക, വേണ്ടി വരിക. അതിനെ അനുകൂലിച്ചിട്ടും എതിർത്തിട്ടും വോട്ടിംഗ് എന്താ ചെയ്യുക, ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ബേസിക്കലി ഒരു കമ്പനിയിൽ വോട്ടിംഗ് 2 തരത്തിലാണ് ഉള്ളത്. 2 തരത്തിലാണ് വോട്ടിംഗ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോ ഓഫ് ഹാൻഡ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വോട്ടിംഗ് ബൈ പോൾ. 2 തരത്തിലാണ് ബേസിക്കലി ഒരു കമ്പനിയിൽ നമ്മൾക്ക് വോട്ടിംഗ് നടത്താൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ്. ഈ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർത്തുകൊണ്ടും, അതായത് ആ റെസൊല്യൂഷനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും അവരെങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പൊന്തിച്ചിട്ടാണ്. അതായത് ചെയർമാൻ പറയും ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചു, ഇനി ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കൈ ഉയർത്താൻ പറയും. ആ സമയത്ത് കൈ ഉയർത്തുന്ന ആൾക്കാർ അതിനെ അനുകൂലിച്ചുകൊണ്ട് എന്ത് ചെയ്യും, വോട്ട് ചെയ്യും. ഇനി അതിനെ എതിർക്കുന്ന ആൾക്കാരോട് കൈ ഉയർത്താൻ പറയും, അപ്പോൾ എതിർക്കുന്ന ആൾക്കാരും കൈ ഉയർത്തും. അത് നോക്കിയിട്ടാണ് ആ റെസൊല്യൂഷൻ പാസ്സാക്കണമോ വേണ്ടയോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. സോ ഈ മെത്തേഡിൽ, അതായത് ഈ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്ന മെത്തേഡിൽ പ്രോക്സികൾക്ക് എന്തുണ്ടാവില്ല, വോട്ട് ഉണ്ടാവില്ല. പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളെയാണ് നമ്മൾ പ്രോക്സി എന്ന് പറയുന്നത്. സോ ഈ ഒരു വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ എന്തുണ്ടാവില്ല, പ്രോക്സികൾക്ക് വോട്ട് ഉണ്ടാവില്ല. ഇനി ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് പ്രോക്സികൾക്കും വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളിൽ ഉണ്ടാവും. അങ്ങനെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത കമ്പനികളിൽ പ്രോക്സികൾക്ക് ഇതിൽ എന്തുണ്ടാവില്ല, വോട്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഒറ്റ വോട്ടേ ഉണ്ടാവുള്ളൂ. അവരെത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ടല്ല അവരുടെ വോട്ടിംഗ് തീരുമാനിക്കുക. കൈ ഉയർത്തിയിട്ടുള്ള വോട്ടിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സിനെല്ലാം ഒറ്റ വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഞാനൊരു കമ്പനിയുടെ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് 100 ഷെയർ ഉണ്ട് കമ്പനിയുടെ, പക്ഷേ ഷോ ഓഫ് ഹാൻഡ്സ് ആണ് വോട്ടിങ്ങിൻ്റെ രീതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വോട്ടേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ ഷെയർ 100 അതുകൊണ്ട് എനിക്ക് 100 വോട്ട് വേണമെന്ന് ഷോ ഓഫ് ഹാൻഡ്സിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഷോ ഓഫ് ഹാൻഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ വോട്ട് മാത്രമേ എല്ലാ മെമ്പേഴ്സിനും ഉണ്ടാവുള്ളൂ. സോ കമ്പനീസ് ആക്ട് സെക്ഷൻ 107 പ്രകാരം വോട്ടിംഗ് ബൈ പോള് ഡിമാൻഡ് ചെയ്യാത്തിടത്തോളം, അതിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സ് വോട്ടിംഗ് ബൈ പോള് ഡിമാൻഡ് ചെയ്യാത്തിടത്തോളം കാലം ആ മീറ്റിങ്ങിൽ എന്ത് റെസൊല്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിലും അവിടെ ഏത് മതി, വോട്ടിംഗ് ബൈ
ഷോ ഓഫ് ഹാൻഡ്സ് മാത്രം മതി. ഇനി മെമ്പേഴ്സ് പറയാണ് വോട്ടിംഗ് ബൈ പോൾ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വോട്ടിംഗ് ബൈ പോൾ വേണം. മെമ്പേഴ്സ് അങ്ങനെ വോട്ടിംഗ് ബൈ പോൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി? വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. ഇനി വോട്ടിംഗ് ബൈ പോളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആധികാരികമായി കൊണ്ട് ഓരോരുത്തർ വോട്ട് ചെയ്തതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിൻ്റെ കറക്റ്റ് റെക്കോർഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ നിയമസഭയ്ക്ക് വോട്ട് ചെയ്തു, അത് പോളാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഓരോരുത്തർ ചെയ്ത വോട്ട് എവിടേക്കാണ് പോയത് എന്നുള്ളതിൻ്റെ ആധികാരികമായിട്ടുള്ള റെക്കോർഡ് ആ EVM ഉണ്ടാവും. പക്ഷേ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്തെക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ അത് ഒരു ചെയർമാൻ, ആ മീറ്റിങ്ങിൻ്റെ ചെയർമാൻ അതിനെ സംബന്ധിച്ചിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുമല്ലോ. കമ്പനി സെക്രട്ടറി മിനിറ്റ്സിൽ രേഖപ്പെടുത്തും വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആയിരുന്നു, ഇത്ര ആൾക്കാർ അനുകൂലിച്ചു, ഇത്ര ആൾക്കാർ എതിർത്തു, അതുകൊണ്ട് ആ റെസൊല്യൂഷൻ പാസ്സായി എന്നുള്ളത്, അനുകൂലിച്ചത് കൂടുതലാണെങ്കിൽ റെസൊല്യൂഷൻ പാസ്സായി എന്നുള്ളത് കമ്പനി സെക്രട്ടറി മിനിറ്റ്സിൽ രേഖപ്പെടുത്തും. അങ്ങനെയുള്ള മിനിറ്റ്സ് ഒരു ചെയർമാൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് എന്തായി? അവിടെ അക്സെപ്റ്റഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലും അതെന്താണ്? ഒരു എവിഡൻസ് ആയിക്കൊണ്ട് എന്ത് ചെയ്യും? സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് പറയാനുള്ളത്. സോ വോട്ടിംഗ് 2 വിധത്തിലാണുള്ളത്, വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സും അതേപോലെ തന്നെ വോട്ടിംഗ് ബൈ പോളും. വോട്ടിംഗ് ബൈ പോൾ സെക്ഷൻ 109 പ്രകാരം വോട്ടിംഗ് ബൈ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് വരുന്ന ഒരു വോട്ടിംഗ് മെത്തേഡാണ് ഈ വോട്ടിംഗ് ബൈ പോൾ എന്ന് പറയുന്നത്. സോ മെമ്പേഴ്സിന് എന്ത് ചെയ്യാണ്? വോട്ടിംഗ് ബൈ പോൾ വേണം, ഷോ ഓഫ് ഹാൻഡ്സ് വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഷോ ഓഫ് ഹാൻഡ്സിൽ എടുത്തിട്ടുള്ള തീരുമാനം കറക്റ്റ് അല്ല, അതുകൊണ്ട് ഒരു വോട്ടിംഗ് ബൈ പോൾ വേണമെന്ന് മെമ്പേഴ്സിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ടിംഗ് ബൈ പോൾ എന്ത് ചെയ്യുക? ഡിമാൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു കമ്പനിയിൽ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് നടത്തി, എന്നിട്ട് അവിടെയുള്ള മെമ്പേഴ്സിന് തോന്നുകയാണ് ഇത് ശരിയാവില്ല, വോട്ടിംഗ് ബൈ പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തതിൻ്റെ ശേഷം അവർക്ക് എന്ത് ചെയ്യുക? വോട്ടിംഗ് ബൈ പോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡിമാൻഡ് ചെയ്യുക. ഇനി റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് ബൈ പോൾ എന്ത് ചെയ്യുക? ഡിമാൻഡ് ചെയ്യുക. വോട്ടിംഗ് ബൈ പോളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പർക്ക് എത്ര ഷെയർ ഉണ്ട് അത്ര വോട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. എനിക്ക് 100 ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര വോട്ട് ഉണ്ടാവും? 100 വോട്ട് ഉണ്ടാവും. എത്ര വോട്ടാണോ, എത്ര ഷെയറാണോ ഒരാൾക്കുള്ളത് അതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന് എത്ര വോട്ട് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? തീരുമാനിക്കുക. അതേപോലെ തന്നെ പ്രോക്സികൾക്ക് എന്ത് ചെയ്യും ചെയ്യുക? വോട്ട് ചെയ്യുകയും ചെയ്യുക. പ്രോക്സികൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ ഓരോ മെമ്പേഴ്സിനും എത്ര ഷെയറാണ് അവിടെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ അദ്ദേഹം എത്ര ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വോട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഉണ്ടാവും. സോ വോട്ടിംഗ് ബൈ പോളും വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ പ്രസൻറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്പർക്ക് ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ പ്രോക്സികൾക്ക് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ പങ്കെടുക്കാനും സാധിക്കില്ല. പക്ഷെ വോട്ടിംഗ് ബൈ പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മെമ്പർക്ക് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ അത്ര എണ്ണം എന്തുണ്ടാവും? വോട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രോക്സികൾക്ക് പങ്കെടുക്കാനും സാധിക്കും. സോ ഇങ്ങനെയുള്ള 2 മെത്തേഡാണ് പ്രധാനമായിക്കൊണ്ട് എന്തുള്ളത്? വോട്ടിങ്ങിൽ ഉള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ് ആണ്. സെക്ഷൻ 108 പ്രകാരം എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യയിൽ BSEയിലോ NSEയിലോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും അതേപോലെ തന്നെ 1000-ത്തേക്കാൾ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സുള്ള കമ്പനീസിനും 1000-ത്തേക്കാൾ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള കമ്പനിയിലും ആ കമ്പനിക്ക് എന്ത് ചെയ്യുക? അവിടെ ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മെമ്പേഴ്സിന് എന്ത് ചെയ്യുക? അനുവദിക്കുക. ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മെമ്പേഴ്സിന് എന്ത് ചെയ്യുക? അനുവദിക്കുക. കമ്പനീസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് 2014 റൂൾ 20 പ്രകാരമാണ് ഇതുള്ളത്. അതായത് ലിസ്റ്റഡ് കമ്പനീസിനും 1000-ത്തേക്കാൾ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള കമ്പനീസിനും അവരുടെ മെമ്പേഴ്സിന് എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഇലക്ട്രോണിക് മീഡിയ അല്ലാതെ ഏതാ വോട്ടിംഗ് ഉള്ളത്? ഇപ്പം നിങ്ങൾ നിയമസഭയ്ക്ക് ചെയ്ത വോട്ടിംഗ് ഇലക്ട്രോണിക് മീഡിയത്തിലൂടെയാണ്. അതല്ലാതെ ഏതാണ് വോട്ടിംഗ് ഉള്ളത്? നമ്മളിപ്പോൾ നമ്മൾ കോളേജ് ഇലക്ഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ കോളേജ് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ നോർമലി എന്താ ചെയ്യാറുള്ളത്? നമ്മൾ ബാലറ്റ് പേപ്പർ ഉണ്ടാവും, അതിൽ ഓരോരുത്തർ കുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? തീരുമാനിക്കാറുള്ളത്. സോ ലിസ്റ്റഡ് കമ്പനീസിനും 1000-ത്തേക്കാൾ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനീസിനും അവിടെ ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ വോട്ടിംഗ് എന്ത് ചെയ്യുക? അനുവദിക്കാം. ഇനി സെക്ഷൻ 110 പ്രകാരം പോസ്റ്റൽ ബാലറ്റ്, പോസ്റ്റൽ വോട്ട്,
ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോസ്റ്റൽ വോട്ടിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. നോർമലി ആർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ? കമ്പനി മീറ്റിങ്ങുകളിൽ, ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക്. പക്ഷേ പോസ്റ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരാളുടെ അടുത്തോട്ട്, അതായത് അയാൾ എവിടെയാണോ ഉള്ളത്. ഇപ്പം നോർമലി പോസ്റ്റൽ വോട്ട് വരുന്നത് ഒന്നെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, നമ്മളെ നിയമസഭാ ഇലക്ഷനൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നമ്മുടെ വോട്ട് ചെയ്യേണ്ട സ്ഥലത്തല്ലാതെ മറ്റെവിടെയെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് പോസ്റ്റൽ വോട്ട് ഉണ്ടാകല്. അതായത് നമ്മൾ മീറ്റിങ്ങിൽ, ഇനി കമ്പനിയുടെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മീറ്റിങ്ങിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, പോസ്റ്റൽ വോട്ട് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, കമ്പനിയിലെ വോട്ടിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ പോസ്റ്റൽ ബാലറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെക്ഷൻ 110 പ്രകാരം. സോ കമ്പനിക്ക് എന്ത് ചെയ്യുക, പോസ്റ്റൽ ബാലറ്റിലൂടെയും റെസൊല്യൂഷൻ എന്ത് ചെയ്യുക, പാസ്സാക്കാം. മെമ്പേഴ്സിനെല്ലാം പോസ്റ്റലായിട്ട് അയച്ചു കൊടുത്തിട്ട് അവർ പോസ്റ്റലായിക്കൊണ്ട് വോട്ട് ചെയ്ത് അത് കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയും എന്ത് ചെയ്യുക, റെസൊല്യൂഷൻസ് എന്ത് ചെയ്യുക, പാസ്സാക്കാം. പക്ഷെ ഇത് ഏത് തരത്തിലുള്ള റെസൊല്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന തരത്തിലുള്ള റെസൊല്യൂഷൻസ്, ഏതെല്ലാം കാര്യങ്ങൾക്ക് പോസ്റ്റൽ ബാലറ്റ് ഉപയോഗിക്കാമെന്ന് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ട്രാൻസാക്ട് ചെയ്യും. ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ന കാര്യങ്ങൾക്ക് പോസ്റ്റൽ വോട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട്. സോ അത്തരം റെസൊല്യൂഷൻസിനാണ് ഒരു കമ്പനിക്ക് പോസ്റ്റൽ ബാലറ്റ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഉപയോഗിക്കാൻ കഴിയുന്നത്. നോർമലി സെൻട്രൽ ഗവൺമെൻറ് ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇത് അനുവദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഡിനറി ബിസിനസ് ഐറ്റംസ് അല്ലാതെ, അതായത് സാധാരണ ബിസിനസ് ഐറ്റംസ് അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ, ആ സ്പെഷ്യൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്ന മീറ്റിങ്ങിൽ ഡയറക്ടേഴ്സിനും അതേപോലെ തന്നെ ഓഡിറ്റേഴ്സിനും പങ്കെടുക്കാൻ അവകാശമുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്ന മീറ്റിങ്ങുകളിലെ ഏതെങ്കിലും റെസൊല്യൂഷൻസിന് മാത്രമാണ് ഈ ഒരു പോസ്റ്റൽ ബാലറ്റിൻ്റെ സൗകര്യം ഉള്ളത്. ഇത് പറയുന്നത് കമ്പനീസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് 2014 റൂൾ 22 പ്രകാരമാണ്. സോ അതാണ് പോസ്റ്റൽ ബാലറ്റിനെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാൻ ഉള്ളത്. സോ ഒരു കമ്പനിയിലെ മീറ്റിംഗ് എസെൻഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ, വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6th എസെൻഷ്യലാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. സോ വോട്ടിംഗ് 2 ടൈപ്സ് ആണുള്ളത്, വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സും അതേപോലെ തന്നെ വോട്ടിംഗ് ബൈ പോളും. ഇനി ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 7th റിക്വിസിറ്റ്സ് എന്ന് പറയുന്നത് പ്രോക്സീസ് ആണ്. സെക്ഷൻ 105 പ്രകാരമുള്ള, സെക്ഷൻ 105 പ്രകാരമുള്ള പ്രോക്സീസ് ആണ് ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിലുള്ള ഏഴാമത്തെ എസെൻഷ്യൽ ആയിക്കൊണ്ട് വരുന്നത്. സോ പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു മെമ്പറുടെ വോട്ടിംഗ് എന്ന പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ഏജൻറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, പ്രോക്സി എന്ന് പറയുന്നത്. അയാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്പറുടെ ഓതറൈസ്ഡ് ഏജൻറ്റിനെയാണ് നമ്മൾ പ്രോക്സി എന്ന് പറയുന്നത്. സോ എല്ലാ മെമ്പേഴ്സിനും പ്രോക്സികളെ ഏർപ്പാടാക്കാനുള്ള അവകാശമുണ്ട്. ആർക്ക് വേണമെങ്കിലും പ്രോക്സികൾ ഏർപ്പാട് ആക്കാം. സോ പ്രോക്സി എന്ന് പറയുന്നത് ഒരു മെമ്പർക്ക് മറ്റൊരാളെ വോട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ അദ്ദേഹത്തിൻ്റെ ഓതറൈസ്ഡ് ഏജൻ്റ് ആയിക്കൊണ്ട് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോക്സി എന്ന് പറയുന്നത്. ആരെയാണോ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, ഏജൻ്റ് ആയിക്കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത്, പ്രോക്സി എന്ന് പറയുന്നത്. അയാളെയും നമ്മൾ വിളിക്കുന്ന പേര് പ്രോക്സി എന്നാണ്. ഒരാളെ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ആക്ടിനെ പറയുന്ന പേര്, ആ ഒരു നടപടിയെ പറയുന്ന പേരും പ്രോക്സി എന്നാണ്. ആ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആളെ വിളിക്കുന്ന പേരും പ്രോക്സി എന്നുള്ളതാണ് വരുന്നത്. സോ പ്രോക്സികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, ഒരു 6ഓളം പ്രൊവിഷൻസ് ആണ് പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് പ്രോക്സിയെ നിയമിക്കുക, എന്തെല്ലാമാണ് പ്രോക്സിയുടെ ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ള ഒരു 6 പ്രൊവിഷൻസ് ആണ് പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്, എവറി മെമ്പർ ഓഫ് ദ കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ഈസ് എൻറ്റൈറ്റിൽഡ് ടു അപ്പോയിൻറ്റ് എനി അതർ പേഴ്സൺ ആസ് ഈസ് പ്രോക്സി. സോ ഒരു കമ്പനിയിലുള്ള ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഏതൊരു മെമ്പർക്കും മറ്റൊരാളെ അദ്ദേഹത്തിൻ്റെ പ്രോക്സി ആയിക്കൊണ്ട് നിയമിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പ്രോക്സിയുടെ ഫസ്റ്റ് പ്രൊവിഷൻ ആയിക്കൊണ്ട് വരുന്നത്. ഇനി സെക്കൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് പ്രോക്സി ഈസ് കൺസേൺഡ് ഹി കനോട്ട് സ്പീക്സ് അറ്റ് ദി മീറ്റിംഗ് നോർ ഹി ക്യാൻ വോട്ട് അൺലെസ് ദർ ഇസ് പോൾ. സോ ഒരു പ്രോക്സിയുടെ റൈറ്റ് എന്ന് പറയുന്നത്, ഒരു പ്രോക്സിയുടെ അവകാശങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അദ്ദേഹത്തിന് ഒരിക്കലും മീറ്റിങ്ങുകളിൽ സംസാരിക്കാനുള്ള അവകാശമില്ല.
അദ്ദേഹത്തിന് മീറ്റിങ്ങുകളിൽ സംസാരിക്കാനുള്ള അവകാശമില്ല. അതേപോലെ തന്നെ വോട്ടിംഗ് ബൈ പോള് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളൂ. വോട്ടിംഗ് ബൈ പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമല്ല. അതായത് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആണ് വോട്ടിംഗ് നടക്കുന്നത്. അവിടെ പ്രോക്സിക്ക് എന്തില്ല, വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാനുള്ള റൈറ്റും ഇല്ല. സോ അതുകൊണ്ട് തന്നെ പ്രോക്സിയുടെ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കൺസേൺഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രോക്സി ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി നോട്ടീസ് ഓഫ് കാളിംഗ് ദ മീറ്റിംഗ്. പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആ പ്രോക്സിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങിൻ്റെ നോട്ടീസിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതായത് പ്രോക്സിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ഏത് ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്, എപ്പോൾ കൊടുക്കണം, എങ്ങനെയുള്ള ആളെയാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ മീറ്റിങ്ങിൻ്റെ നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതാണ് പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തേർഡ് പ്രൊവിഷനായിട്ട് വരുന്നത്. ഇനി ഫോർത്ത് പ്രൊവിഷൻ എന്ന് പറയുന്നത് എ പ്രോക്സി മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് വിത്ത് ദ കമ്പനി 48 hours ബിഫോർ കൺവീനിങ് ദ മീറ്റിംഗ്. ഇനി പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മെമ്പർ ആ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ 48 മണിക്കൂർ മുമ്പെങ്കിലും കമ്പനിയിൽ എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ഫോർത്ത് പ്രൊവിഷൻ ആയിക്കൊണ്ട് വരുന്നത്. അതായത് ഒരു മെമ്പർ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ അപ്പോയിൻമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതിനുള്ള അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ 48 മണിക്കൂർ മുമ്പ് കമ്പനിയിൽ എന്ത് ചെയ്തിരിക്കണം, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം, കമ്പനിയിൽ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർത്ത് പ്രൊവിഷൻ ആയിക്കൊണ്ട് വരുന്നത്. ഇനി ഫിഫ്ത്ത് പ്രൊവിഷൻ എന്ന് പറയുന്നത് എ പ്രോക്സി മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ഇൻ ദി ഫോം പ്രിസ്ക്രൈബ്ഡ് ആൻഡ് സൈൻഡ് ബൈ ദി അപ്പോയിൻറ്റർ ആൻഡ് ഡ്യൂലി സ്റ്റാമ്പ്ഡ്. ഇനി ഒരു മെമ്പർ പ്രോക്സിയെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ എഴുതിയിട്ടാവണം. അതായത് കമ്പനി ഓൾറെഡി അതിനൊരു ഫോം ഉണ്ടാക്കിയിട്ടുണ്ടാവും പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ. സോ അതിലെന്ത് ചെയ്യണം, മെമ്പർ എഴുതണം, റിട്ടേൺ ഫോമിൽ, ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ റിട്ടേൺ ആയിക്കൊണ്ട് എഴുതണം. അതേപോലെ തന്നെ അതിൽ ആ അപ്പോയിൻറ്റ് ചെയ്യുന്ന മെമ്പർ കറക്റ്റായിട്ട് സൈൻ ചെയ്യുകയും അതേപോലെ തന്നെ അതൊരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടും വേണം കമ്പനിയിലോട്ട് എന്ത് ചെയ്യാൻ, സെൻഡ് ചെയ്യാൻ. 48 മണിക്കൂർ മുമ്പ് കമ്പനിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എത്തിക്കുന്ന ആ ഒരു അപ്ലിക്കേഷന് കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ റിട്ടേൺ ആയിരിക്കണം. അതേപോലെ തന്നെ അതിൽ അപ്പോയിൻറ്റർ, അതായത് ആരാണോ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുന്ന മെമ്പർ, ഷെയർ ഹോൾഡർ, അയാൾ സൈൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കുകയും വേണമെന്നുള്ളതാണ് പ്രോക്സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഫ്ത്ത് പ്രൊവിഷനായിട്ട് വരുന്നത്. ഇനി സിക്സ്ത് പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രോക്സി വൺസ് ലോഡ്ജ്ഡ് ക്യാൻ ബി റിവോക്ഡ് ബിഫോർ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ. In case of death or insanity of the shareholders, proxy can be revoked, but proper information to the company is necessary. ഇനി ഒരാളൊരു പ്രോക്സി എന്ത് ചെയ്തു, അപ്പോയിൻ്റ് ചെയ്തു. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോക്സി ആക്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആ ഒരു അപ്പോയിൻമെൻറ്റ് എന്ത് ചെയ്യുക, റിവോക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ അപ്പോയിൻറ്റ് ചെയ്തത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക, പ്രോക്സി ആക്ട് ചെയ്യുന്നതിന് മുമ്പ്. അതായത് ഇപ്പോൾ ഞാനൊരു കമ്പനിയിലെ ഷെയർ ഹോൾഡറാണ്, എൻ്റെ കമ്പനിയിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല, ഞാൻ എൻ്റെ പകരം വേറൊരാൾ, ഇപ്പോൾ ഷെയ്ദ് സാറെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പകരം ഞാൻ എന്ത് ചെയ്തു, പ്രോക്സി ആയിക്കൊണ്ട് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ കറക്റ്റായിട്ട് സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് 48 മണിക്കൂറിന് മുമ്പ് കമ്പനിയിൽ അറിയിച്ചു ഷെയ്ദ് സാറ് വരുമെന്ന്. സോ ഷെയ്ദ് സാറിന് അവിടെ പോയാൽ ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ, അദ്ദേഹത്തിന് അവിടെ സംസാരിക്കാൻ കഴിയില്ല. വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വോട്ടും ചെയ്യാൻ കഴിയില്ല. വോട്ടിംഗ് ബൈ പോൾ വരികയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് പ്രോക്സിയുടെ ഒരു റൈറ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം അങ്ങനെ കമ്പനിയിൽ വോട്ടിംഗ് ബൈ പോൾ വരുന്നതിൻ്റെ മുമ്പ്, വോട്ടിംഗ് ബൈ പോൾ വന്ന് അദ്ദേഹം വോട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ്, വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ. ആ ആക്ഷൻ നടത്തുന്നതിൻ്റെ മുമ്പ് എനിക്ക് എന്ത് ചെയ്യുക, അദ്ദേഹത്തെ റിവോക്ക് ചെയ്യുക. അതായത് അദ്ദേഹത്തെ എൻ്റെ പ്രോക്സി ആയിക്കൊണ്ടുള്ള ആ സ്ഥാനം എനിക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കിക്കുക. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ മെമ്പേഴ്സിന് ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മെമ്പർ മരിക്കുക, ഇൻസാനിറ്റി ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മെമ്പേഴ്സിൻ്റെയും പ്രോക്സികൾ എന്ത് ചെയ്യുക, റിവോക്ക് ചെയ്യുക. പക്ഷെ അങ്ങനെ റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ എന്ത് ചെയ്തിരിക്കണം, കമ്പനിയിലോട്ട് സെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു റിവോക്കേഷനെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. സോ അതാണ് പ്രോക്സിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിക്സ്ത് പ്രൊവിഷൻ എന്ന് പറയുന്നത്. സോ പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ മെമ്പർ വോട്ടിംഗ് എന്ന പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഓതറൈസ്ഡ് ഏജൻറ്റിനെ
നിയമിക്കുന്നതിനെയാണ് നമ്മൾ പ്രോക്സി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഒരു കമ്പനി മീറ്റിംഗ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിലുള്ള 7th എസെൻഷ്യലാണ് പ്രോക്സീസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഒരു കമ്പനി മീറ്റിംഗ് വാലിഡായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ മൊത്തം 8 എസെൻഷ്യൽസ് ആണ് ഉള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 3 എസെൻഷ്യൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 4 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, വോട്ടിംഗ് ആൻഡ് പ്രോക്സീസ് എന്നുള്ള 3 എസെൻഷ്യലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി 8ാമത് ലാസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് റെസൊല്യൂഷൻസ് ആണ്. അത് നമ്മൾക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുക. അത് കുറച്ച് കൂടുതലുണ്ട്, പോയിന്റ്സ് കുറച്ച് കൂടുതലുണ്ട്. സോ എന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് ആവും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.